ഇത്രയും ബിൽഡപ്പിനായി നടനെ കൊണ്ടുവന്നിട്ടില്ല. അമീർ ഖാനെ കൊണ്ടുവന്നിട്ട് മറ്റേ LKG പിള്ളേരെ കൊണ്ടുവന്നിട്ട് അമ്മം ബാബി ലിസ്റ്റോൺ ബാബി ഞാൻ ഉള്ളതുപോലെ തന്നെ പറയണത്. ഒരു 2 ലക്ഷം തന്നു ജാബിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ പാട്ടുകളെല്ലാം നല്ല ഹിറ്റായ പാട്ടുകൾ, അത് ഓൾറെഡി എല്ലാവർക്കും അറിയാം. അതൊക്കെ നൈസാണ്. മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. പാൻ ഇന്ത്യൻ ഗുണ്ട് പുള്ളി വേറെ ലെവൽ. എനിക്ക് ഒന്നും പറയാനില്ല. സ്റ്റൈൽ മന്നന് സ്റ്റൈൽ മന്നൻ. ജയിലറിന്റെ യാത ഇലവത്ത് വന്നിട്ടില്ല, വിക്രത്തിന്റെ യാത ഇലവത്ത് വന്നിട്ടില്ല. സൗബിനെ ആക്കിയ ഒരു നീരാട്ട് മാത്രമേ ഇതിലുണ്ട് കണ്ടോണ്ടിരിക്കുക, അല്ലാതെ വേറെ ഹൈലൈറ്റില്ല. അതാണ് അമീർ ഖാൻ ഇത്രയും ബിൽഡപ്പിനായി നടനെ കൊണ്ടുവന്നിട്ടില്ല. അമീർ ഖാനെ കൊണ്ടുവന്നിട്ട് മറ്റേ LKG പിള്ളേരെ കൊണ്ടുവന്നിട്ട് അമ്മം ബാബി ലിസ്റ്റോൺ ബാബി ഞാൻ ഉള്ളതുപോലെ തന്നെ പറയണത്. എനിക്കൊരു പേടിയുമില്ല. സത്യം പറഞ്ഞാൽ ഈ എന്തിനാണ് 200 കോടി? ആ 200 കോടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ആട്ടോ ഓണ തന്നെ ചെയ്യുന്നത്. ഞാനും 7800 രൂപയാണ് CC അടയ്ക്കണത്. ആ 200 കോടി എന്നത് എന്നെ പോലെ പാവപ്പെട്ടവര് ബജാജ് ഫൈനാൻസിൽ CC അടയ്ക്കണത്. ആ പൈസ നമ്മളെ CC നമ്മളെ കുടുംബത്തിൽ കൊണ്ടുപോകരുത്. എന്തിനാണ് 200 കോടി? ഒരു 2 ലക്ഷം തന്നു ജാബിലേക്ക് വരുന്നുണ്ട്. കൂലി കുറച്ച് കൂടുതലാണ്, എന്നാലും ജസ്റ്റ് വന്നൊന്ന് കാണാം. രജനി സാറിനെ കാണാന്നുള്ളൊരു ഫാൻ എന്ന രീതിയിലൊക്കെ വന്ന് കാണാം. പക്ഷെ വളരെ ഡിസപ്പോയിന്റഡ് എന്ന് പറഞ്ഞാൽ രജനി സാറിന്റെ ഇൻട്രോ പോലും ഒരു ഇമ്പാക്ട് സാധനം തരാൻ പറ്റില്ല. അതിനെക്കാട്ടും ബെറ്റർ ഇൻട്രോ ആയിരുന്നു സൗബിനും ഉപേന്ദ്രൊക്കെ കൊടുത്തത്. ചില മൊമെന്റ്സിൽ രജനി സാറിന്റെ പഴയ സീക്വൻസിൽ കാണിക്കുമ്പോൾ വരുന്ന ഒരു ഹൈപ്പ്, അത് ഗൂസ്ബംസ് ഉണ്ട്, അത് തീർച്ചയായിട്ടും. പക്ഷെ ഈ ലോകേഷ് കനകരാജിന്റെ പടം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ആണ് ഇല്ല. അതാണ് ആളുകളുടെ എക്സ്പെക്ടേഷൻ. അത് ഒരിക്കലും വന്നിട്ടില്ല. ലോകേഷ് കനകരാജിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു സ്ക്രീൻ പ്ലേ ആണത്. കാരണം പ്ലോട്ട് എല്ലായിടത്തും മിസ്സായിട്ടുണ്ട്. പ്ലോട്ട് എവിടെയൊക്കെ എന്തൊക്കെയോ കുറെ കുത്തി നിറച്ചിരിക്കുന്ന ഫീലാണ്. ലോക്കി പടം മാറി രജനീകാന്ത് പടം ആയിരുന്നെങ്കിലും നമ്മൾ സഹിച്ചേ. അതും ഇല്ല. ആ രജനി സാറിന്റെ ആ സ്വാഗ് പലയിടത്തും വളരെ ചുരുക്കം പോയിന്റുകളിലേ ഉള്ളൂ. ലോക്കിയുടെ പടത്തിലത് നമ്മൾ ലോക്കായ അവസ്ഥയാണ്, ലോക്കായി തിയേറ്ററിൽ നിന്ന് ഉറങ്ങുന്ന അവസ്ഥയാണ്. അല്ലാതെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പടത്തിൽ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കുറച്ച് വിഷമമുണ്ട്. പിന്നെ എല്ലാരും കഷ്ടപ്പാടാണ് പടം, അതുകൊണ്ട് വളരെ മോശമായിട്ട് റിവ്യൂ പറയുന്നില്ല. BGM സൈഡ് ഒക്കെ ക്ലിയർ അല്ലേ? BGM സൈഡ് കൊള്ളാം. പക്ഷെ BGMന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അനിരുദ്ധ ആവശ്യമില്ലാത്ത എല്ലായിടത്തും ഒരേ BGM വീണ്ടും വീണ്ടും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരുപാട് തവണ കേൾക്കുമ്പോൾ ഒരു ആലോചനയുണ്ട്. പക്ഷെ കുറെ സീക്വൻസ് ഒക്കെ BGM നല്ല മാസമാണ്. അല്ലാതെ നമ്മുടെ പാട്ടുകളെല്ലാം നല്ല ഹിറ്റായ പാട്ടുകൾ, അത് ഓൾറെഡി എല്ലാവർക്കും അറിയാം. അതൊക്കെ നൈസാണ്. പിന്നെ ഓൾറെഡി ട്രെയിലറിൽ തന്നെ മാക്സിമം വേണ്ട ഹൈപ്പ് കിട്ടുന്ന സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പിന്നെ നമുക്ക് ഗൂസ്ബം മൊമെന്റ്സ് വരുന്ന സംഭവങ്ങൾ വളരെ കുറവാണ്. നല്ല കുറവായിരുന്നു. വളരെയധികം വളരെ മിനിമൽ പോയിന്റിൽ മാത്രമേ ക്രൗഡ് ഒന്ന് ഇതായിട്ടുള്ളൂ, എക്സൈറ്റ് ആയിട്ടുള്ളൂ. വളരെ കുറവായിരുന്നു. അല്ലെ എങ്ങനെയുണ്ട്? മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. പാൻ ഇന്ത്യൻ ഗുണ്ട്. ഇത് അടുത്ത പാൻ ഇന്ത്യൻ ബോംബുകളുടെ കൂട്ടത്തിൽ ഇത് അടുത്ത ബോംബ്. എന്ത് മറക്കായില്ലേ? ഇതില് നാഗാർജുൻ പുള്ളി വേറെ ലെവൽ. എനിക്ക് ഒന്നും പറയാനില്ല. സ്റ്റൈൽ മന്നന് സ്റ്റൈൽ മന്നൻ. വർത്ത് പുള്ളി. ബാക്കി രജനീകാന്തിൻ്റെതായിട്ടുള്ള ഒരു ഇതില്ല പടത്തില്. അനിരുദ്ധ് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ലോകേഷ് പിന്നെ ഈ ലോകേഷിന്റെ പടമാണോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല. മോശം. അതിനെ ലെങ്ത് ഭയങ്കര പ്രശ്നമാണ്. അമീർ ഖാനെ കൊണ്ടുവന്നിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല. അമീർ ഖാന് ഉള്ള ഗ്യാപ്പ് ഒന്നും ഇതിലില്ല. അതിൽ ആകെ നന്നായിട്ട് സ്കോർ ചെയ്തിരിക്കുന്നത് സൗബിൻ മാത്രമാണ്. കള്ളപ്പണത്തിന്റെ കേസ് എന്താ? കള്ളപ്പണത്തിന്റെ കേസ് എന്താ? കള്ളപ്പണം ഇത് ലോകേഷ് സെറ്റിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വേറെ ആരോ ഡയറക്ഷൻ ചെയ്തത്. നിങ്ങളിങ്ങനെ ചോദ്യം ശരിക്കും കള്ളപ്പണം വെളുപ്പിക്കാനാണോ ലോകേഷ് പടം എടുത്തത്? ലോകേഷിന്റെ കള്ളപ്പണം ഉണ്ടാവും എനിക്ക് അറിഞ്ഞോടല്ലേ ബ്രോ. ഉള്ളവര് വെളുപ്പിക്കുമായിരിക്കും. എന്തായാലും വെളുക്കും, കുറെ എന്തായാലും വെളുക്കും. നാളെ രാവിലെ വെളുക്കട്ടെ.